പാഞ്ചാല രാജ്യത്തിൻ്റെ ആക്രമണത്തിൽ ഒരു യുദ്ധത്തിൻ്റെ ഛായയുണ്ടെങ്കിലും അത് യഥാർത്ഥത്തിലുള്ള ഒരു യുദ്ധമല്ല. എന്താണ് കാരണം? ഒരു സൗഹൃദ നിഷേധം എന്ന ധർമ്മ ലംഘനത്തിനുള്ള ചികിത്സയാണ്. എപ്പോഴാണ് ഒരു ആക്രമണം യുദ്ധമാകുന്നത്? ശത്രു ഉണ്ടാകുമ്പോഴാണ്. ഇവിടെ ശത്രുവില്ല. അപ്പോൾ യുദ്ധമാണെന്ന് നമുക്ക് തോന്നുകയും രാജകുമാരന്മാർ അത് യുദ്ധമാണെന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ യുദ്ധമുണ്ട്. പക്ഷെ അതിന് യുദ്ധത്തിൻ്റെ പ്രതീതിയേ ഉള്ളൂ യുദ്ധം നടക്കുന്നുണ്ടെങ്കിലും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതിൻ്റെ പിന്നിലെ കാരണം കൊണ്ടാണ്. കാരണം എന്താണ്? യുദ്ധത്തിന് എപ്പോഴും ഒരു ശത്രു ആവശ്യമുണ്ട്. ഇപ്പോൾ ദ്രോണർക്ക് ദ്രുപദനോട് ശത്രുതയില്ലാത്തതുകൊണ്ടും ശത്രുവായി അദ്ദേഹത്തെ കാണാത്തത് കൊണ്ടും യുദ്ധത്തിൻ്റെ ആത്മാവിനകത്തില്ല, യുദ്ധത്തിൻ്റെ ശരീരമുണ്ട്. ഒരു പ്രായോഗിക പരീക്ഷ പോലെയാണ്. രാജകുമാരന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രായോഗിക പരീക്ഷയുമായി, ദ്രോണരെ സംബന്ധിച്ചിടത്തോളം ദ്രുപദൻ നടത്തിയ സൗഹൃദ നിഷേധം എന്ന ധർമ്മ ലംഘനത്തിനുള്ള ചികിത്സയുമായി അവർ തമ്മിലുള്ള സൗഹൃദം വീണ്ടും സ്ഥാപിക്കുകയാണ് യുദ്ധാനന്തരം ദ്രോണർ ചെയ്യുന്നത്. അത് ഫലവത്താകുന്നില്ലെങ്കിലും. കാരണം രാജാവ് ദ്രുപദൻ അത് തനിക്ക് പറ്റിയ ഈ വലിയ പരാജയം അദ്ദേഹത്തിൻ്റെ സൽകീർത്തിയെ ബാധിച്ചതുകൊണ്ട് ഭാരതവർഷത്തിലെ ഏറ്റവും ശക്തനായ രാജാവ് എന്ന അദ്ദേഹത്തിൻ്റെ കീർത്തിയെ, അവരുടെ പരമ്പരയുടെ കീർത്തിയെ, യശസ്സിനെ, സൈനിക യശസ്സിനെ അത് പ്രതികൂലമായി ബാധിച്ചതുകൊണ്ട് അദ്ദേഹം അത് ശത്രുതാപരമായി തന്നെ സ്വീകരിച്ചു. അത് ദ്രോണരുടെ കുറ്റമല്ല. ഒരു ഗുരുദക്ഷിണയ്ക്ക് വേണ്ടിയാണെങ്കിലും ഈ ഹസ്തിനപുരിയിലെ കുമാരന്മാരാണ് യുദ്ധം ചെയ്തത്. അപ്പോൾ ഹസ്തിനപുരവും ദ്രുപദനും തമ്മിലുള്ള ഒരു സൗഹൃദം ഉണ്ടാവില്ലേ? രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദം, അതിനെ ഇത് ബാധിച്ചിട്ടുണ്ടോ? സൗഹൃദത്തെ അത് ബാധിച്ചു. ആ സൗഹൃദത്തെ ബാധിക്കും. ചില കർത്തവ്യങ്ങൾ ചെയ്യുമ്പോൾ, ഇപ്പം നമ്മളൊരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കുടുംബമോ ഒരു പ്രധാനപ്പെട്ട ധാർമ്മിക കർത്തവ്യങ്ങൾ നടത്തുമ്പോൾ ആ കർത്തവ്യം ചില വ്യക്തികൾക്ക് പ്രതികൂലമായി വരാം. എന്ന് വെച്ചാൽ കർത്തവ്യം നടത്താതിരിക്കാൻ ഒക്കില്ല. ചിലരുടെ ഇഷ്ടത്തിന് അത് പ്രതിബന്ധമായി വരാം. ചിലർക്കതുകൊണ്ട് നഷ്ടമുണ്ടാകാം. പക്ഷെ നഷ്ടമുണ്ടാകുമെന്ന് വെച്ചിട്ട് ധർമ്മം നടത്താതിരിക്കാൻ ഒക്കില്ല. സീതയെ ഉപേക്ഷിച്ചപ്പോൾ പ്രജാപരിപാലന ധർമ്മം, പ്രജകളുടെ ഇച്ഛ എന്ന് പറയുന്ന ധർമ്മമാണ് നടത്തിക്കൊടുത്തത്. പക്ഷേ അത് സീതയ്ക്ക് വലിയ ആപത്തായിട്ട് തീർന്നു. സീതയ്ക്ക് ജീവിതം നഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു വ്യക്തി നിരങ്കുശമായി തൻ്റെ ധർമ്മം അനുഷ്ഠിക്കുമ്പോൾ വ്യക്തിബന്ധങ്ങളെയും കുടുംബബന്ധങ്ങളെയും നിഷേധിച്ചുകൊണ്ട് അതിനെ വിലകൽപ്പിക്കാതെ തൻ്റെ വ്യാപകമായ ധർമ്മം അനുഷ്ഠിക്കുമ്പോൾ ആ ധർമാനുഷ്ഠാനം കൊണ്ട് ചില വ്യക്തികൾ ശിക്ഷിക്കപ്പെട്ടേക്കാം. എന്ന് വെച്ച് ധർമ്മം അനുഷ്ഠിക്കാതിരിക്കാൻ ഒക്കില്ല. അത് വ്യക്തികളുടെ കാര്യമാണ്. സനാതനമായി നിലനിൽക്കേണ്ടുന്ന ധർമ്മമാണ് ഇവിടെ അനുഷ്ഠിക്കുന്നത്. വ്യക്തികൾ ഇന്നോ നാളെയോ മറ്റന്നാളോ ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞു പോകുന്നവരാണ്. അപ്പോൾ അവർക്ക് വേണ്ടി സനാതനമായ എന്നും നിലനിൽക്കേണ്ടുന്ന ലോക നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമായ ധർമ്മത്തെ, ശാശ്വതമായ ധർമ്മത്തെ നിഷേധിക്കാൻ പാടില്ല. ശാശ്വതമായ ധർമ്മത്തെ നിഷേധിച്ച് വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ സൗഹൃദം നിഷേധിക്കാൻ പാടില്ല എന്ന ധർമ്മം അനുഷ്ഠിക്കേണ്ടി വന്നപ്പോൾ ഹസ്തിനപുരിയും പാഞ്ചാലത്തിലെ അഹിച്ഛത്രം ആണ് പാഞ്ചാലത്തിൻ്റെ തലസ്ഥാനം, കാമ്പില്യപുരവും. അപ്പോൾ പാഞ്ചാലത്തിലെ അഹിച്ഛത്രവുമായി നിന്നിരുന്ന സൗഹൃദ ബന്ധം അറ്റുപോകണം. അത് കാത്തുകൊണ്ടിരിക്കാനൊക്കെ ഇല്ല. ഇപ്പോൾ ചില ധർമ്മങ്ങൾ കുടുംബനാഥൻ അനുഷ്ഠിക്കുമ്പോൾ അത് കുടുംബത്തിലെ വ്യക്തികൾക്ക് ഇഷ്ടമായില്ലെന്ന് വരും. ഇപ്പോൾ ഒരു 5000 രൂപ സുനാമി ഫണ്ടിലേക്ക് കൊടുത്തു. അത് കിട്ടുന്ന 10000 രൂപയായിരിക്കും. അത് വീട്ടിലുള്ള മൊത്തത്തിലുള്ള അംഗങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമായിന്ന് വരില്ല. പക്ഷെ കൊടുക്കാൻ തീരുമാനിച്ചു. അത് സഹായിക്കേണ്ടുന്ന ഒരു ധർമ്മം തങ്ങളുടെ സഹജീവികൾ ഒരു ആപത്തിൽപ്പെട്ടപ്പോൾ തൻ്റെ ശമ്പളത്തിൽ നിന്ന് പകുതി അങ്ങ് കൊടുത്തു. അത് കുടുംബ ബഡ്ജറ്റിനെ ബാധിക്കുന്നൊരു സംഗതിയാണ്. കുടുംബ വരുമാനത്തെയും കുടുംബത്തിൻ്റെ ചിലവിനെയും ബാധിക്കുന്ന ഒരു സംഗതിയാണ്. അതൊരാൾ ചെയ്താൽ, അങ്ങനെ പലരും ചെയ്യില്ലായിരിക്കാം, പക്ഷേ ഒരു വ്യക്തിക്ക് അങ്ങനെ ചെയ്യണമെന്ന് തോന്നിയാൽ ആ ചെയ്തതാണ് ഉത്തമമായ കൃത്യം.
ഉത്തമമായ കർത്തവ്യം. അത് കുടുംബ ബന്ധത്തെയും അവരുടെ ബഡ്ജറ്റിനെയും ബാധിച്ചു. കറികളുടെ എണ്ണം കുറയും എന്നേ ഉള്ളൂ. ആ മാസത്തിൽ തുണി വാങ്ങിക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. പക്ഷേ അത് അനുഷ്ഠിക്കാൻ പാടില്ലെന്ന് പറയാൻ ഒക്കില്ല. അപ്പോൾ വീട്ടിൽ ചില തർക്കങ്ങളുണ്ട്. ഇത്രയും കൊടുക്കണേ, നിങ്ങൾക്ക് 2 രൂപ കൊടുത്താൽ പോരായിരുന്നു, അല്ലെങ്കിൽ 25 കൊടുത്താൽ മതിയായിരുന്നല്ലോ, അല്ലെങ്കിൽ 10 കൊടുത്താൽ മതിയായിരുന്നല്ലോ, അല്ലെങ്കിൽ 5 കൊടുത്താൽ മതിയായിരുന്നല്ലോ, ഒന്നും കൊടുക്കാതിരുന്നാൽ മതിയായിരുന്നല്ലോ എന്ന് പറയാനാണ് ഈ കുറച്ച് കൊണ്ടിരുന്നത്. ഗ്രേറ്റ് എക്സ്പെക്റ്റേഷൻസ് എന്ന് പറഞ്ഞിട്ട് നോവലുണ്ട്, വായിച്ചിട്ടുണ്ടാകും. വായിച്ചിട്ടില്ലായിരിക്കും, വേണ്ട, വായിക്കണ്ട. ഇങ്ങനെ കുറച്ച് കൊണ്ടുവരികയാണ്. സമൂഹത്തിലേക്ക് അനുഷ്ഠിക്കാനുള്ള, സമൂഹത്തിന് വേണ്ടി അനുഷ്ഠിക്കേണ്ടുന്ന ധർമ്മത്തിൽ വ്യക്തികൾ എപ്പോഴും എന്ത് ചെയ്യും? പ്രത്യേകിച്ച് സ്വാർത്ഥതയുള്ള വ്യക്തികൾ ആ കർത്തവ്യം കുറവ് ചെയ്തുകൊണ്ടൊന്ന് അനുഷ്ഠിക്കാതിരിക്കും. അപ്പോൾ 2 രാജധാനികൾ തമ്മിലുണ്ടായിരുന്ന ബന്ധമല്ല പ്രശ്നം. പിന്നെന്താണ്? ഇന്നും സൗഹൃദധർമ്മം നാം അനുഷ്ഠിക്കേണ്ടതാണ്. സുഹൃത്തിന് ധർമ്മം ഇന്നും അനുഷ്ഠിക്കേണ്ടതാണ്. ഇത് 5000 വർഷത്തിന് മുമ്പ് നടന്ന ചരിത്ര കഥയാണ്. ഇവിടെ ഒരു സുഹൃത്തിനെ തിരുത്താൻ വേണ്ടി ദ്രോണർ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ ഉപയോഗിക്കുകയാണ്. അല്ല, ഉപയോഗിച്ചതായി തോന്നും. അങ്ങനെയാണ് അതിൻ്റെ വ്യാഖ്യാനം. ഉപയോഗിച്ചതോ ഉപയോഗിക്കുന്നതായി തോന്നുന്നു. കാരണം ഉപയോഗിച്ചു എന്ന് പറയണമെങ്കിൽ അതിൻ്റെ ഫലം അദ്ദേഹം അനുഭവിക്കണം. ഞാൻ ഒരാളോട് 500 രൂപ കടം വാങ്ങിച്ചിട്ട് അത് വേറൊരാൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അതെനിക്ക് വേണ്ടി ആയിരുന്നില്ല. ഫലം അനുഭവിച്ചല്ലോ, താൽക്കാലികമായി ജയിച്ചു അങ്ങേര് അദ്ദേഹത്തിന്റെ മുമ്പിൽ. ഒരു സംതൃപ്തി. എന്തിനു വേണ്ടി ജയിച്ചു? സൗഹൃദത്തെ നിലനിർത്താത്തതിനുള്ള ശിക്ഷ. അതാണ്. അല്ല, എൻ്റെ ചോദ്യം, ജയിക്കാനാണെങ്കിൽ ഇത് അദ്ദേഹത്തിന് നേരിട്ട്, ഇത് സൗഹൃദം രാജാക്കന്മാർ തമ്മിലേ ഉള്ളൂ എന്ന് ദ്രുപദൻ പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് വില്ലെടുക്കാവുന്നതേ ഉള്ളൂ. അല്ല, എൻ്റെ ചോദ്യം, ഈ സുഹൃത്തിനെ തിരുത്താൻ ശിഷ്യന്മാരെ ഉപയോഗിച്ച ദ്രോണർ ശിഷ്യന്മാരുടെ പല തെറ്റുകളും തിരുത്തുന്നതിന് തയ്യാറായില്ല പിൽക്കാലത്ത്. അപ്പോഴേക്കും അദ്ദേഹത്തിന് വാർദ്ധക്യമായിരിക്കുന്നു. ആദർശബോധം കുറഞ്ഞു വരുന്നു. ആദർശബോധം കുറഞ്ഞു വരുമ്പോൾ ഈ സിരകളുടെ തിളയ്ക്കലുണ്ടല്ലോ, സിരകളുടെ തിളപ്പ് നിൽക്കുമ്പോൾ ആദർശബോധം കുറയും. അല്ലെങ്കിൽ അത്രയ്ക്ക് ലോകാതീതമായി വികാരാതീതനായി നിൽക്കാൻ സാധിക്കുന്ന ആളായിരിക്കണം. അത്ര വികാരാതീതനായി നിൽക്കാൻ സാധിക്കുന്ന ആളല്ല അദ്ദേഹം. വികാരാതീതനായി നിൽക്കാൻ തൻ്റെ ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങൾക്ക്, ഹൃദയത്തിൻ്റെ നിർദ്ദേശങ്ങൾക്ക്, തൻ്റെ സ്വാർത്ഥത നിർദ്ദേശങ്ങൾക്ക് അതീതനായി നിൽക്കാൻ അതിനകത്ത് ഒന്നാമത് കൃഷ്ണനും രണ്ടാമത് ധർമ്മപുത്രനേ ഉള്ളൂ. കൃഷ്ണനാണ് പ്രധാന കഥാപാത്രം, അല്ല ധർമ്മപുത്രരല്ല. കൃഷ്ണൻ്റെ കഥയാണ് മഹാഭാരതം. അതുകൊണ്ടാണ് അതിനെന്ത് പേര് വന്നത്? കൃഷ്ണവേദം എന്നാണ്. കൃഷ്ണം വേദമിമം, ഇത് കൃഷ്ണൻ്റെ വേദമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് ആദിപർവത്തിലും പറയും, സ്വർഗാരോഹണ പർവ്വത്തിലും പറയും. അത് കൃഷ്ണദ്വൈപായനൻ ആയിക്കൂടെ? ഏത്? വ്യാസന്റെ. കൃഷ്ണദ്വൈപായനത്ത് പങ്കില്ലല്ലോ, പിന്നെ എങ്ങനെ കൃഷ്ണവേദം എന്ന് പറയുന്നത്? കൃഷ്ണദ്വൈപായനൻ ചില സന്ദർഭങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് മറഞ്ഞു പോകുന്നയാളാണ്. കൃഷ്ണദ്വൈപായനൻ കഥയുടെ നിയാമകമായ ഒരു പ്രവർത്തക കേന്ദ്രമായി നിൽക്കുന്നില്ല. കഥയിൽ നിന്ന് ഒഴിവാക്കത്തക്ക കഥാപരമായ സാങ്കത്യമേ കൃഷ്ണദ്വൈപായനുള്ളൂ. പിന്നെ ഇത് കൃഷ്ണദ്വൈപായനൻ്റെ വേദമാണെന്ന് നമുക്ക് പറയാവുന്നത് ഭഗവത്ഗീതയെ സംബന്ധിച്ച് മാത്രമാണ്. അവിടെ അങ്ങനെ പറയാം, അതും ഉദ്ദേശിച്ചിട്ടുണ്ട്. കൃഷ്ണൻ എന്ന് തന്നെയാണ് അർജുനൻ്റെ പേര്, അതുകൊണ്ട് അതും ഉദ്ദേശിച്ചിട്ടുണ്ട്. കൃഷ്ണ എന്ന് നീട്ടിയാണ് പാഞ്ചാലിയുടെ പേര്, ആകാരാന്ത സ്ത്രീലിംഗമായിട്ട്. അപ്പോൾ പാഞ്ചാലിയുടെ ജീവിത രീതിയും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നാണ് ഈ കൃഷ്ണവേദം എന്ന സങ്കല്പം പൂർണ്ണമാകുന്നത്. വേദവ്യാസൻ എന്ന കൃഷ്ണൻ്റെ രചന ധർമാധർമ്മങ്ങൾക്കും ശുഭാശുഭങ്ങൾക്കും സുഖ ദുഃഖങ്ങൾക്കും പ്രപഞ്ചത്തിൻ്റെ ദുഃഖകാരണമായ എല്ലാ ദ്വന്ദ്വങ്ങൾക്കും അതീതമായി നിൽക്കുന്ന ആദിമ അത്ഭുതകര ആശ്ചര്യകര സത്ത എന്ന നിലയിൽ കൃഷ്ണൻ്റെ സാങ്കത്യവും കൃഷ്ണൻ്റെ സാന്നിധ്യവും അത് പ്രധാനമായി ഉദ്ദേശിക്കുകയും മറ്റ് കൃഷ്ണന്മാരെയെല്ലാം അപ്രധാനമായി ഇതിലേക്ക് കൃഷ്ണകഥയിലേക്ക് ഒഴുകിച്ചേരുന്ന പോഷക നദികളായി സങ്കല്പിക്കുകയും ചെയ്തുകൊണ്ടാണ് രചന. ഇപ്പോൾ നമ്മുടെ ഈ വർത്തമാനകാലത്ത് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയാണ് ഉദ്ദേശിക്കുക? വ്യാസനെ ഉദ്ദേശിക്കുമോ? ഇല്ല. അർജുനനെ ഉദ്ദേശിക്കുമോ? ഇല്ല.
കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഒരു കൃഷ്ണനേ ഉള്ളൂ. അക്കാര്യത്തിൽ ഇന്നത്തെ ജനങ്ങൾക്കും തർക്കമില്ല. ഇത് മഹാഭാരതത്തിലേക്ക് പണ്ഡിതന്മാർ അവരുടെ ഗവേഷണ ബുദ്ധിയായിട്ട് പ്രവേശിക്കുമ്പോഴാണ് അവർക്ക് കൃഷ്ണനെക്കുറിച്ച് തർക്കം തോന്നുന്നത്. എന്താണ് കാരണം? അവർ മഹാഭാരതത്തെ അവരുടെ രസാനുഭൂതി കൊണ്ട് പരിശോധിച്ച് നോക്കുകയല്ല, ഇതിഹാസത്തിൻ്റെ പരിശോധന മാപിനി, രസശോധന മാപിനി, അതിൻ്റെ ആത്മാവിനെ അളക്കാനുള്ള അളവുകോൽ ഇതിഹാസത്തിൻ്റെ മാത്രമല്ല, ഏത് കവിതയുടെയും ഏത് കലാസൃഷ്ടിയുടെയും അളവുകോൽ എന്താണ്? രസാനുഭവത്തിനുള്ള അലൗകികമായ അനുഭൂതിയാണ് അതിൻ്റെ മാനദണ്ഡം. ആ മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ ഹരിനാമകീർത്തനം എഴുത്തച്ഛൻ്റെ കൃതിയാണെന്ന് അത് വായിക്കുന്ന ആ വായനാനുഭവത്തിൽ തന്മയീഭാവം സിദ്ധിക്കുന്ന ഒരാൾക്ക് പരിപൂർണമായും ബോധ്യപ്പെടും. ഇത് പണ്ഡിതന് ബോധ്യപ്പെടണമെന്നില്ല. അപ്പോൾ അവൻ ഫ്രേസുകളെടുത്ത് അപഗ്രഥിച്ച് നോക്കും. ഫ്രേസുകളെടുത്ത് ലിംഗ്വിസ്റ്റിക് അനാലിസിസ് അല്ല അവിടെ വേണ്ടത്. അതിൻ്റെ ഒരു ഭാവമുണ്ട്. ഹരിനാമകീർത്തനത്തിൻ്റെ ഭാവം, ഹരിനാമകീർത്തനത്തിൻ്റെ ഭാവം എന്ന് തന്നെയാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ടിൻ്റെ ഭാവമാണ്. ആ ഭാവത്തിൽ പെട്ടെന്ന് തന്മയീഭവനം സിദ്ധിക്കും. ആർക്ക്? ഭാവാത്മകമായ സമാധിയുടെ സാന്ദ്രീഭൂതമായ ആത്മാവിൽ ലയിക്കാൻ കഴിയുന്ന അനുവാചകന് പെട്ടെന്നത് ബോധ്യപ്പെടും. അപ്പോൾ അവൻ നിർണ്ണയിക്കും ഇത് രണ്ടും ഒരാളുടെ കൃതിയാണ്. അല്ലാതെ പദങ്ങൾ അനലൈസ് ചെയ്യുകയും അതിൻ്റെ വർണ്ണനാരീതി അപഗ്രഥിക്കുകയും ചെയ്യുന്ന ഒരു പണ്ഡിതന് അത് പെട്ടെന്ന് ബോധ്യപ്പെട്ടു എന്നിരിക്കുകയില്ല. അതാണ് പണ്ഡിതന്മാർക്ക് പറ്റുന്ന കുഴപ്പം. പണ്ഡിതന്മാർ വളരെ ക്ലേശിച്ചിരുന്ന് പഠിച്ചുണ്ടാക്കുകയാണ്. മറ്റത് അങ്ങനെയല്ല. വിഭക്തിയും ഭക്തിയും പോലുള്ള സംഗതിയാണത്. മറ്റത് ഇവൻ വായിക്കുമ്പോൾ ഇവൻ്റെ ഹൃദയത്തിൽ മിന്നൽ പോലെ അത് തിളങ്ങാണ്. ഇതിൻ്റെ കർത്താവ് തുഞ്ചത്തെഴുത്തച്ഛനല്ലാതെ മറ്റാരുമല്ല എന്ന്. അതുപോലെയാണ് കൃഷ്ണൻ്റെ കാര്യത്തിലും. ഇത് ധർമ്മപുത്രരുടെ കഥയല്ല. ഇപ്പോൾ സീതയുടെ കഥയാണ്. സീതായാ ചരിതം മഹത് എന്ന് വാൽമീകി തന്നെ പറയുന്നുണ്ട്. പക്ഷേ സീതയുടെ ചരിത്രമല്ല. അവർ സീതായനം ഒന്ന് കൊടുത്താൽ മതിയായിരുന്നു. സീതയുടെ ചരിത്രവും കൂടിയാണ് എന്നാണ് ആ പറയുന്നതിന് അർത്ഥം. അല്ല സീതയുടെ ചരിത്രമാണെന്നല്ല. നളിനിയുടെ ചരിത്രമാണ്, നളിനിയുടെ കഥയാണ്. ദിവാകരൻ്റെ കഥയല്ല. ദിവാകരൻ്റെ സ്ഥാനം കുറവാണ്. ലീലയുടെ തന്നെ കഥയാണ്. അല്ലാതെ ലീലയുടെ ഭർത്താവിൻ്റെ കഥയല്ല. ലീലയുടെ ഭർത്താവിന് ആശാൻ പേരിട്ടിട്ടില്ല അതിനകത്ത്. കഥാപാത്രത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. ആരായിരുന്നു ലീലയുടെ ഭർത്താവ് എന്നുള്ളത്. മഹാഭാരതത്തിൽ കൃഷ്ണനാണ് താരമെങ്കിൽ, കൃഷ്ണനാണ് നായകനെങ്കിൽ, താരമെങ്കിൽ എന്നല്ല, അവിടെ പ്രതിനായകനാരാണ്? പ്രതിനായകനാരാണ് മഹാഭാരതം? അങ്ങനെ കൃത്യമായ പ്രതിനായക സങ്കല്പം, അതായത് സാഹിത്യ നിയമങ്ങൾ അല്ലെങ്കിൽ ഇതിഹാസ നിയമങ്ങൾ അനുസരിച്ചുള്ള ഒരു സങ്കല്പം മഹാഭാരതത്തിൽ വരികയില്ല. മഹാഭാരതത്തിൽ എന്നല്ല, ഒരു സാഹിത്യ അല്ലെങ്കിൽ ഏത് ലാവണ്യ സംഹിതയുടെയും ഏത് സൗന്ദര്യ ദർശനത്തിൻ്റെയും തത്വങ്ങൾ വലിയ രചയിതാക്കളുടെ രചനയുടെ വേളയിൽ ലംഘിക്കപ്പെട്ടു. അവർ നിയമങ്ങൾക്ക് ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്നവരല്ല, നിയമവിധേയരല്ല, നിയമങ്ങൾക്ക് അതീതമാണ് എപ്പോഴും സൃഷ്ടിയുടെ വൈഭവം. പക്ഷേ ഇവിടെ നമുക്കൊരാളുണ്ട്. ആരാണ്? അത് ദുര്യോധനൻ. പ്രതിനായകൻ എന്ന് നേരിട്ട് പറയത്തക്ക വിധത്തിലല്ല നിൽക്കുന്നതെങ്കിലും ദൗഷ്ട്യത്തിൻ്റെ, അധർമ്മത്തിൻ്റെ, സ്വാർത്ഥതയുടെ, മറ്റുള്ളവരെ പരിഗണിക്കാത്തതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രതിനായകനായിട്ട് എടുത്ത് കാണിക്കാവുന്നത് ദുര്യോധനനെയാണ്. അദ്ദേഹം സാധാരണ രീതിയിലുള്ളൊരു പ്രതിനായകനല്ല. എന്താണ് കാരണം? ശ്രീകൃഷ്ണനെ ബഹുമാനിക്കേണ്ടതാണ്, അദ്ദേഹത്തെ ആദരിക്കേണ്ടതാണ് എന്ന് ധൃതരാഷ്ട്രർ പറയും. അദ്ദേഹത്തോട് ഉപദേശിക്കും. കൃഷ്ണനുമായി വൈരം നന്നല്ല, അദ്ദേഹം നമ്മുടെ ബന്ധു ആണ്. പിന്നെ കൃഷ്ണന് നമ്മോട് വൈരവുമില്ല, അതുകൊണ്ട് നീ കൃഷ്ണനോട് വൈരം വെച്ച് പുലർത്തരുത്. കൃഷ്ണനെ ആദരിക്കണം, കൃഷ്ണനെ ബഹുമാനിക്കണം. ഇതിനൊന്നും ഒരിക്കലും സന്നദ്ധനായില്ല ദുര്യോധനൻ. സന്നദ്ധനാകില്ല എന്ന് പറഞ്ഞു. കൃഷ്ണനെ ഞാൻ ഒരു പരിധി വിട്ട് ബഹുമാനിക്കുകയില്ല. ഒരു സാധാരണ വ്യക്തി നമ്മുടെ രാജധാനി സന്ദർശിച്ചാൽ അയാൾക്ക് എന്ത് ബഹുമാനം കൊടുക്കുമോ, എന്ത് ആദരം കൊടുക്കുമോ അത് മാത്രമേ ഞാൻ കൃഷ്ണന് കൊടുക്കൂ. അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, പാണ്ഡവപക്ഷപാതിയായ കൃഷ്ണനെ ഞാൻ മാനിക്കുക എന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. അക്കാര്യം സംസാരിക്കണ്ട.
എന്ന് തീർത്ത് പറയും. ഇതൊരു സാധാരണ രാജകീയ വ്യക്തിത്വമുള്ള ഒരാളുടെ പ്രഖ്യാപനമല്ലേ ഇത്? ഇതൊരു അസാധാരണ പ്രഖ്യാപനമാണ്. ഈ അസാധാരണത്വം ദുര്യോധനിൽ കണ്ടിട്ടാണ് കുട്ടിക്കൃഷ്ണമാരാർ തുടങ്ങിയിട്ടുള്ള നിരൂപകന്മാരെല്ലാം ദുര്യോധനൻ്റെയും കൂടി ആരാധകന്മാരായിട്ട് മാറിയത്. ഇങ്ങനെ ഒരു ആരാധന തോന്നത്തക്ക ഔന്നത്യം ആർക്കുണ്ട്? ദുര്യോധനനുണ്ട്. താൻ കൊല്ലപ്പെടും എന്ന ഘട്ടത്തിൽ പോലും അദ്ദേഹം കൃഷ്ണനെ അനുസരിക്കാൻ തയ്യാറാകുന്നില്ല. ഇതിനകത്തൊരു മഹത്വമുണ്ട്. തൻ്റെ ജീവിതം പോയാലും തൻ്റെ പരമശത്രുക്കളുടെ ഉപദേഷ്ടാവിനെ, അവരുടെ ബന്ധുവിനെ, അവരുടെ പക്ഷത്തു നിൽക്കാൻ എപ്പോഴും താല്പര്യം കാണിക്കുന്ന ആളെ ഞാൻ ആദരിക്കുകയേയില്ല, ഞാൻ മൃത്യുവശകനായി പോയിക്കൊള്ളട്ടെ എന്നതാണ്. ഇതൊരു അസാധാരണമായ തീരുമാനമാണ്.